സംഘർഷമായ ആരംഭം എന്നുള്ള വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കുചേരുവാനായിട്ട് പാസ്റ്റർ മഹേഷ് മണി, പാസ്റ്റർ രാജു ജോസഫ് അവർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. സംഘർഷമായ ഒരു ആരംഭം എന്നുള്ള ഭാഗമാണ് ഇവിടെ നാം കാണുന്നത്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പലരും ലക്ഷക്കണക്കിന് ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മളും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് ഒരു ആനന്ദകരമായ ഒരു അനുഭവമാണോ അല്ലയോ എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക എന്നുള്ളത് ഒരു ആനന്ദകരമായ അനുഭവമാണ്. ആ അനുഭവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആരാകുന്നു എന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി എന്താണ് മനുഷ്യരാശിക്ക് നൽകപ്പെടുവാൻ പോകുന്നത് എന്നതും മനുഷ്യൻ പ്രത്യാശിക്കുന്ന അല്ലെങ്കിൽ ദൈവം നൽകുന്നതായ നിത്യരാജ്യത്തിന് അവകാശിയാക്കി തീരുവാൻ തക്കവണ്ണം യോഗ്യനാകുന്നതായ ദൈവീകമാകുന്നതായ പ്രവൃത്തികൾ. ക്രിസ്തു വന്നത് മനുഷ്യരാശിയെ വീണ്ടെടുക്കുവാനാണ്, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയാകുവാനായിട്ടാണ്. മനുഷ്യനെ ഒരു നിത്യരാജ്യത്തിൽ അവകാശിയായി തീർത്തുകൊണ്ട് എന്നേക്കും പാപമില്ലാത്തൊരു ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടി പ്രാപ്തനാക്കുന്ന ഒരു ദൗത്യമാണ്. ഇവിടെ യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യേശു കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് വ്യക്തിപരമാണ്. ഈ മാറ്റങ്ങളെന്ന് പറയുന്നത് വ്യക്തിപരമാണ്. അതേസമയം ദൈവികമാകുന്ന പദ്ധതി എന്താകുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു സമൂഹത്തെ, മനുഷ്യരാശിയെ മൊത്തത്തിലുള്ളതായ ഒരു വീണ്ടെടുപ്പിൻ്റെ ഒരു പ്രക്രിയയാണ്. അതിൽ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകുമ്പോഴാണ് വ്യക്തിപരമായ ഈ അനുഗ്രഹം നമുക്കൊരോരുത്തർക്കും പ്രാപിപ്പാൻ സാധ്യമാകുന്നത്. യേശുവിനെ അംഗീകരിക്കുക, സ്വീകരിക്കുക, അത് ആനന്ദകരമായ അനുഭവമാണ്. യേശുവിൻ്റെ വിളി അല്ലെങ്കിൽ യേശുവിനെ നിരന്തരമായി നിഷേധിക്കുക, തിരസ്കരിക്കുക. ഫറവോൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ ആവശ്യത്തെ നിരന്തരമായി തിരസ്കരിച്ചു കൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് പാസ്റ്റർ പറയുക. ഇവിടെ നമ്മൾ പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ ഇവിടെ മോശയും അഹരോനും ദൈവം പറഞ്ഞ പ്രകാരം ഫറവോൻ്റെ അടുക്കലേക്ക് വരുന്നു. ഫറവോനോട് പറയുകയാണ്, ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിൽ പോയി ആരാധന കഴിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം അവരെ വിടുവിക്കുവാൻ പറയുന്നു, അവർ ആരാധന കഴിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ഫറവോൻ അഹങ്കാരത്തോട് എടുത്ത് ചോദിക്കുന്നതായിട്ടുള്ള 2 ചോദ്യങ്ങളുണ്ട്. ഇവിടെ പറയുകയാണ്, അങ്ങനെ ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുന്നതിന് യഹോവ ആര്? ആ യഹോവയെ ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മുമ്പിലത്തെ ഭാഗത്ത് പറയുന്നത് യാക്കോബിൻ്റെ മകനായിരിക്കുന്ന ജോസഫിനെ അറിയാത്ത ഫറവോൻ വന്നപ്പോൾ അവർ സ്വർഗത്തിലെ ദൈവത്തെയും മറന്നു കളഞ്ഞു എന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു സമയത്ത് ക്ഷാമത്താൽ ലോകം മുഴുവനും പ്രതിസന്ധിയുടെ അവസ്ഥയിലേക്ക് കടന്നു പോയപ്പോൾ ജോസഫിലൂടെ മിസ്രൈം ദേശത്തെ ഉപയോഗിച്ച് ദൈവം ആ ക്ഷാമത്തെ തടുത്തു എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ ആ ദേശത്തെ, ലോകത്തെ മുഴുവനും തന്നെ സംരക്ഷിച്ച സ്വർഗത്തിലെ ദൈവം എവിടെ എന്നാണ് ഇവിടെ ഫറവോൻ എടുത്ത് മോശയോട് ചോദിക്കുന്നത്. അപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തതായിട്ടുള്ള അനുഗ്രഹങ്ങളെ, ദൈവം അവരെ ഉപയോഗിച്ചതായിട്ടുള്ള വിധങ്ങളൊക്കെയും അവർ മറന്നുകൊണ്ട് ആ ദൈവത്തെ അറിയുന്നില്ല എന്ന് പറയുകയും ഇസ്രായേൽ ജനങ്ങളെ ആരാധിക്കുവാൻ വിടുകയില്ല, അവരുടെ ജോലിയെ നിങ്ങൾ മിനക്കെടുത്തരുത് എന്ന് ഫറവോനോട് ഈ ഫറവോൻ മോശയോടും അഹരോനോടും പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ നമ്മൾ നോക്കുമ്പോൾ നിരന്തരമായി തിരസ്കരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമല്ല, നാശമാണ് നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പം മോശയ്ക്കും അഹരോനും ഇവിടെ കൊടുത്തതായ ആ ഒരു ഉപദേശം, വാട്ട് ഈസ് ദ ഇൻസ്ട്രക്ഷൻ, അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? മോശയ്ക്കും അഹരോനും ദൈവം കൊടുത്തതായ ആ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആ ജനത്തെ വിളിച്ച് വേർതിരിക്കുക, രക്ഷാപ്രാപ്തിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതിന് ഫറവോനെ ചെന്ന് കാണണം. അപ്പോൾ അതിൻ്റെ കൂടിക്കാഴ്ചയിലുള്ള അനുഭവത്തെ പറയുക. ആ കൂടിക്കാഴ്ചയുടെ അനുഭവത്തിലാണ് പാസ്റ്റർ നേരത്തെ പ്രതിപാദിച്ചത് തന്നെ. ഫറവോൻ ആദ്യമേ പറയുകയാണ്, നിങ്ങൾ ആ ദൈവം ആരാണെന്ന് ചോദിക്കുന്നു. പിന്നെ പറയുന്നു, എനിക്ക് വിടുവാൻ സാധ്യമല്ല എന്ന് പറയുന്നു. പിന്നെ പറയുന്നു, ഊഴിയ വേലക്കാരോട് പറയുന്നു, ഇവരുടെ വേല കഠിനമാക്കാൻ പറയുന്നു.
പിന്നെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത് അവർക്ക് വൈക്കോല് കൊടുക്കുകയില്ല ഇഷ്ടിക ഉണ്ടാക്കുവാൻ. അങ്ങനെ കൂടുതൽ കൂടുതൽ പീഡകൾ അവർക്ക് വരുത്തുവാനായിട്ടാണ് ഫറവോൻ തുനിഞ്ഞത്. അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേനും നമുക്കറിയാം, നാം ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസത്തിലേക്ക് ഒരു മനുഷ്യൻ മാറുന്നു എന്ന് കണ്ടാൽ കൂടെയുള്ള ആളുകൾ അവരെ കൂടുതൽ ദണ്ണിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇവിടെ ഈ കൂടിക്കാഴ്ചയിൽ നാം കാണുമ്പോൾ ഈ ഫറവോനെ ചെന്ന് അഹരോനും മോശയും ചെന്ന് കാണുമ്പോൾ അവരുടെ കൂടിക്കാഴ്ചയുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അല്ലെ, അത് കഴിഞ്ഞ ശേഷം ഇവിടെ ജനങ്ങൾക്ക് വളരെയധികം അവരുടെ ജോലി വളരെയധികം കഠിനപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണും. ഇപ്പം കഠിനപ്പെടുത്തുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ വന്നത്? ഈ എബ്രായ ജനത്തിന് വേണ്ടിയാണ് ഇവർ വന്നത്. പക്ഷേ അവരുടെ ജോലി വളരെ സ്ട്രിക്റ്റായിട്ടും കഠിനപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ അവരെ എന്ത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കും? ഒന്ന്. രണ്ടാമത്, ഫറവോൻ്റെ അടുത്ത് എങ്ങനെ ഫറവോനെ സ്വാധീനിക്കുവാനായിട്ട് സാധിക്കും? പാസ്റ്റർ പറയണം, ഇവർ ഇങ്ങനെയുള്ളതായ ഈ പ്രതിസന്ധികളിൽ ഈ ഒരു സാഹചര്യത്തിൽ അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് പ്രാദേശിക സഭകളിൽ ഇപ്രകാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് കൂട്ടിച്ചേർക്കാം. ഇവിടെ നോക്കുമ്പോൾ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അവരുടെ ജോലിയെ ഫറവോൻ കഠിനപ്പെടുത്തുന്നു. അതിലൂടെ ജനത്തിൻ്റെ തന്നെ ഒരു കോൺഫിഡൻറ്റ് പോകുന്നു. അവിടെ ജനം മോശയോടും അഹരോനോടും ചോദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും, നിങ്ങൾ എന്തിന് നമ്മളെ നാണം കെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു വിധത്തിലാക്കി തീർക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ കടന്നുപോയി? ഇവിടെ ഫറവോൻ വീണ്ടും നമ്മളെ കഠിനപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നമ്മുടെ സഭകളിലേക്ക് നോക്കിയാണ് എങ്കിലും നമ്മുടെ വിശ്വാസികളെല്ലാം നമുക്കറിയാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയൊരു പോരാട്ടം കഴിഞ്ഞ് അവരായിരുന്നതായിട്ടുള്ള ഡിനോമിനേഷൻ അല്ലെങ്കിൽ അവരായിരുന്നതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയും വിട്ട് ദൈവത്തിൻ്റെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ പലവിധമായിട്ടുള്ള പേരുകൾ പലരും വിളിക്കുന്നതാണ് ശാപം പിടിച്ചവർ, ശാപത്തുകാർ, ഇങ്ങനെയൊക്കെ കളിയാക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ അവരോടൊപ്പമായിരിക്കുകയും അവരെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക, അവർക്ക് കോൺഫിഡൻറ്റ് കൊടുക്കുക, ശക്തിപ്പെടുത്തുക എന്നുള്ളത് വളരെ അനുയോജ്യമായ കാര്യമാണ്. നല്ലൊരു ചർച്ചയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യ പ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്. ഈ ചർച്ച ഞങ്ങൾ തുടർന്ന് നടത്തുന്നതാണ്. സംഘർഷമായ ആരംഭം എന്നുള്ള വേദപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ അഹരോനും മോശയും ഫറവോനെ ചെന്ന് കാണുന്നതായ ആ കൂടിക്കാഴ്ചയുടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമ്മൾ ഇസ്രായേൽ ജനം അവർക്ക് അവരുടെ ജോലിയെല്ലാം അവർ കഠിനപ്പെടുത്തുന്നതും പ്രശ്നങ്ങൾ ഉദിക്കുന്നതായിട്ട് കാണും. പ്രാദേശിക തലത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ നമ്മുടെ കൂട്ടായ്മകളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പാസ്റ്ററിന് പറയാൻ പറ്റുമോ? ഇവിടെ നോക്കുമ്പോൾ പലവിധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രാദേശിക സഭകളിൽ നിലനിൽക്കുന്നു. അപ്പോൾ അതിനുള്ള ഒരു കാരണം ഇവിടെ നോക്കുമ്പോൾ ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ 5-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ജനത്തിന് മോശയോടും അഹരോനോടും ദേഷ്യമുണ്ടായി എന്ന് അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. കാരണം അവരുടെ വൈക്കോല് അവിടെ നിർത്തൽ ചെയ്യുന്നു. മുമ്പിലത്തെ പോലെ തന്നെ ഇഷ്ടിക ഉണ്ടാക്കണം, പക്ഷേ അതിൻ്റെ എണ്ണത്തിനൊരു കുറവുമില്ല. അതുവരെയും ഫറവോൻ അവർക്ക് വൈക്കോല് നൽകിയിരുന്നു. എന്നാൽ ഇനി ഫറവോൻ വൈക്കോല് നൽകുകയില്ല, പകരം നിങ്ങൾ തന്നെ അത് കണ്ടുപിടിച്ചുകൊണ്ട് വരണം. അങ്ങനെ അവർ കണ്ടുപിടിച്ച് ഈ ജോലി ആരംഭിച്ച് തുടങ്ങുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന അത്രയും രീതിയിൽ ഇത് നൽകുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത്രയും ഇഷ്ടിക തികയ്ക്കുവാൻ കഴിയുന്നില്ല. ആ സമയത്ത് വീണ്ടും അവരുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടിൻ്റേതായിട്ടുള്ള അനുഭവം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ജനം ഫറവോനും മോശയ്ക്കുമെതിരെ തിരിയുന്നതായിട്ടും അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് നമ്മളെ ഫറവോൻ്റെ മുന്നിൽ ഇങ്ങനെ നാറ്റിക്കുന്നത് എന്നൊക്കെയും ചോദിക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കും. ഈ സഭകളിൽ വിശ്വാസികൾ പല വിധത്തിലുള്ളവരാണ്. അവർ ഒരുപക്ഷെ ചിലപ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കണമെന്നല്ല, അതേ നേരെ മറിച്ച് പല കാര്യങ്ങൾ അവകാശങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കാനുള്ളതാണെന്നൊക്കെ ചിന്താഗതിയോടുകൂടി വിശ്വാസികൾ പ്രതികരിക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് അത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു ഇതാണ്. പ്രാദേശിക സഭകളിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഇപ്രകാരത്തിലുള്ള ചില പ്രതിസന്ധികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. വർഷാവർഷം ഈ സാബത്തിൽ എക്സാം വരുന്നതായിട്ടുള്ള സമയത്ത്
നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ചില സമയങ്ങളിൽ ഗവൺമെൻറ് പെർമിഷൻ തരാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കഷ്ടവും പ്രയാസവും പ്രതിസന്ധികളൊക്കെയും ഉണ്ട്. ചില സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാ ദിവസവും പോരാട്ടത്തിൻ്റെ ഒരു നടുവിലാണ്. നമുക്ക് ചില സമയങ്ങളിൽ അതിനെ അതിജീവിക്കുവാൻ സാധിക്കാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ ചില സമയങ്ങളിൽ ഇതുപോലെ ഉള്ളതായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ പലരും കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ചിലർ ചോദിക്കും നേതൃത്വം ഇടപെടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പാസ്റ്റർമാർ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്നൊക്കെയും പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ സംഭവം ഇതുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ ഫറവോൻ്റെ ഇടപെടൽ കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക സഭകളിൽ നിലനിൽക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുടെ ആ ഒരു മൂല കാരണവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പൈശാചിക ശക്തികളാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം എന്തു പ്രശ്നമാണെങ്കിലും ശരി അതിനൊരു പോംവഴി ദൈവം തുറന്നു തരുമെന്നുള്ളതിൽ സംശയമില്ല. പുറപ്പാട് 5:22 ഇവിടെ മോശയ്ക്ക് ദൈവത്തിൻ്റെ പ്രതികരണം അത് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? പുറപ്പാട് 5:22 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധ്യമാകുന്നത് ഈ ജനത്തിന് നേരിട്ടതായ പ്രതിസന്ധികളൊക്കെയും മനസ്സിലാക്കിയിട്ട് മോശ വന്ന് പറയുകയാണ്. മോശ യഹോവയുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്, കർത്താവേ, നീ ഈ ജനത്തിന് ദോഷം വരുത്തുന്നത് എന്ത്? നീ എന്നെ എന്തിനെ ഇങ്ങോട്ട് അയച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം മോശ പറഞ്ഞ പ്രകാരം ജനം ഒരു പരിധി വരെ കൺവിൻസ്ഡ് ആയിട്ടുണ്ട്. എന്നാൽ ഫറവോൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ അവരുടെ വേല കഠിനമാക്കിക്കൊണ്ട് അവരെ പറഞ്ഞു വിടാൻ ഒരു വലിയ മനസ്സ് വയ്ക്കാത്തത്. അതിന് കാരണങ്ങളുണ്ട്. ഫറവോൻ്റെ തൊഴിൽപരമായിട്ടുള്ള കാരണങ്ങൾ ഇവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമായിരുന്നു അന്ന് വരെയും. കാരണം അവർ അവിടുത്തെ ഒരു ജോലിക്കാരാണ്, ഒരു വേലക്കാരാണ്. അവരുടെ ജോലി എന്ന് പറയുന്ന കട്ടയുണ്ടാക്കുക, അവരെ എത്രമാത്രം ചൂഷണം ചെയ്യാമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഫറവോൻ പ്രവർത്തിച്ചത്. അപ്പോൾ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതായ ഈ ജനതയെ വീണ്ടും അവർക്ക് ഫറവോൻ മുഖാന്തരം കഷ്ടത വരുന്നത് കണ്ടുകൊണ്ടാണ് മോശ അപ്രകാരം ചോദിക്കാനിടയായി തീർന്നത്. എന്തിനാണ് ഈ ജനത്തിന് ഇത്ര കഷ്ടത വരുത്തിയത്? അതുപോലെ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് പറഞ്ഞ് വിട്ടത് എന്ന് ചോദിച്ചത്. നമ്മൾ പുറപ്പാട് 6-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങളിൽ 4 വിധത്തിലുള്ളതായ വൻ കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം പറയുന്നതായിട്ടുള്ള വാഗ്ദത്തങ്ങൾ, ഒന്ന്, നിങ്ങൾ ഈ കഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഈ കടന്നു പോകുന്നതായിട്ടുള്ള സാഹചര്യം, ഈ ഊഴിയ വേലയിൽ നിന്നും ദൈവം നിങ്ങളെ ഉത്തേജിപ്പിച്ച്, അതായത് അവരിപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ജോലിയിൽ നിന്നും ദൈവം അവരെ മാറ്റി അവരുടെ അടിമ ജീവിതം അവസാനിപ്പിച്ച്, അവരിപ്പോൾ ഫറവോൻ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് അടിമകളായിരിക്കുന്നു, ആ അടിമ ജീവിതത്തിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി തീർക്കും. അതുപോലെ തന്നെ ദൈവം അവർക്ക് ദൈവമായിരിക്കും എന്നുള്ള വാഗ്ദത്തം ദൈവം മോശയിലൂടെ കൊടുക്കുകയാണ്. ദൈവത്തെ വിളിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ജനം കരഞ്ഞ് നിലവിളിച്ച സമയത്താണ് ദൈവം അവരുടെ നിലവിളി കേട്ടതും അതിനുശേഷമാണ് ദൈവം അവർക്ക് ഈ വാഗ്ദത്തം നൽകുന്നത്. ഇന്നത്തെ ആത്മീക തലത്തിൽ നമ്മളെക്കുറിച്ച് ചിന്തിച്ചാലും ദൈവം പറയുന്നത് നിങ്ങളായിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു വിടുതൽ നൽകി. ദൈവം നമ്മുടെ പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച് ദൈവം നമുക്ക് ദൈവമായും നമ്മൾ ദൈവത്തിൻ്റെ ജനമായിരിക്കും എന്നാണ് ദൈവം നമുക്ക് വാഗ്ദത്തം നൽകുന്നത്. അതേ വാഗ്ദത്തം തന്നെ സ്വർഗത്തിലെ ദൈവം മോശയിലൂടെയും അഹരോനിലൂടെയും ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നിരവധി നന്മകൾ, പല വൻ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ പുറപ്പാട് 6-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാൻ പറ്റുമോ? അത് അവിടെ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ആരാകുന്നു? ഇവിടെ അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുകയാണ്, ഞാൻ യഹോവയാകുന്നു. അതുകൊണ്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, അവർ മനോവ്യസനം കൊണ്ട് കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്കുകൾ കേട്ടില്ലാത്തത് കൊണ്ടാണ് മോശയ്ക്ക് ഇത്രമാത്രം പ്രയാസം വന്നത്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ ദൈവമാണ് എന്ന് അവർ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ ചെന്ന് മിസ്രയീം രാജാവ് ഫറവനോട് പറയണം, ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്ത് നിന്ന് വിട്ടയക്കുവാൻ
പറയുക എന്ന് കൽപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും ജനത്തിന് ഇത്രയും കഷ്ടതയുണ്ട് എന്ന് പറയുമ്പോഴും അവർ പീഡ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും മോശയോട് ദൈവം പറയുന്നത്, ഞാൻ ദൈവമാണെന്ന് നീ അറിയണം. അതുപോലെ തന്നെ നീ എന്ത് ചെയ്യണം, ഫറവോനോട് ചെന്ന് പറയണം എൻ്റെ ജനത്തെ വിട്ട് നൽകണമെന്ന് വീണ്ടും ഒരു റിക്വസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നീ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുക എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ സാധ്യമാകും. വീണ്ടും വീണ്ടും ചെന്ന് ഫറവോനെ കാണണം എന്നാണ് അവരോട് ആഹ്വാനം ചെയ്യുന്നത്. നല്ലൊരു ചർച്ചയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഈ ചർച്ച തുടരുന്നതായിരിക്കും. സംഘർഷമായ ആരംഭം എന്നുള്ള വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദൈവം വേദപുസ്തകത്തിലൂടെ പല സന്ദർഭങ്ങളിലും ദൈവം ഇസ്രായേൽ ജനങ്ങളോട് അരുളി ചെയ്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, നിങ്ങളെൻ്റെ ജനവും ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയാണ് പറയുന്നത്. ഇന്ന് ആധുനിക ലോകത്തിൽ ജീവിക്കുന്നതായ ക്രൈസ്തവരോടെല്ലാം ദൈവം പറയുന്നതാണ്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കുന്നു. അതിനെക്കുറിച്ച് പാസ്റ്റർ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ദൈവം വളരെ വ്യക്തമായിട്ട് മോശയിലൂടെ ഇസ്രായേൽ ജനങ്ങളോട് അരുളി ചെയ്യുന്നതായിട്ടുള്ളൊരു ഭാഗമാണ്. ഇതിൻ്റെ ആരംഭം മുതൽ നമ്മൾ നോക്കുമ്പോഴും, സൃഷ്ടിപ്പിൻ്റെ ആരംഭം മുതൽ നമ്മൾ നോക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവം മനുഷ്യന് മനോഹരമായ ഒരു സ്ഥലം ഒരുക്കി നൽകുന്നു. ആ സ്ഥലത്ത് ദൈവം എപ്പോഴും മനുഷ്യനോട് കൂടെ ആയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, അവിടെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, വെയിലാറിയ സമയത്ത് സ്വർഗത്തിലെ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടു. അതിനർത്ഥം ഓരോ സന്ധ്യായാമങ്ങളിലും ദൈവം തീർച്ചയായും മനുഷ്യനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പാപത്തിൽ നിബന്ധിച്ച മനുഷ്യനെയും അങ്ങനെ വിടുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ദൈവം മനുഷ്യന് കൽപ്പന എഴുതി നൽകുന്ന സമയത്ത് ആദ്യത്തെ ഭാഗത്ത് തന്നെ പറയുന്നത്, അടിമ വീടായ മിസ്രൈം ദേശത്തു നിന്നും നിന്നെ വിടുവിച്ചു കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. അപ്പോൾ ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല. ആ ദൈവം എപ്പോഴും മനുഷ്യനോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ മനുഷ്യൻ്റെ കൂടെ, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ദൈവമായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യനെ നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവം പല സന്ദർഭങ്ങളിലും പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മധ്യത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളും ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇനി പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ വചനം, കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, കുഞ്ഞാടായിരിക്കുന്ന ഞാൻ നിങ്ങളോട് കൂടെ, ഇതാ ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മളോട് കൂടെ സദാകാലത്തും ആകുവാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവം എപ്പോഴും നമ്മുടെ ദൈവമായിട്ട് നമ്മോട് കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവമാണ് ഇവിടെ മോശയോട് പറയുന്നത്, ഞാൻ ഇസ്രായേൽ ജനങ്ങളോട് കൂടെ ഇസ്രായേൽ ജനങ്ങളുടെ ദൈവമായിരിക്കും എന്ന്. അപ്പോൾ ദൈവം നമ്മളോട് വസിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം വീണ്ടും വരുമ്പോൾ, തൻ്റെ മക്കളെ കൂട്ടിച്ചേർക്കുമ്പോൾ, ദൈവീയ സന്നിധിയിൽ അവനുമായുള്ളതായ ആ ഒരു നിത്യവാസത്തിനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ദൈവം ഒരുക്കുന്ന നിത്യരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ളതായ ഒരു പടിയാണ് നാം ഓരോരുത്തരും ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ ഭൂമിയിലെ വാസം. അതിനുവേണ്ടിയുള്ള ഒരുക്കപ്പെടുന്നതായ ഒരു അനുഭവം, അതാണ് നമ്മൾ ഒരുവൻ ക്രിസ്തുവിലായി തീരുന്നതായ അനുഭവം. ദൈവത്തെ നമ്മൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പുതുക്കത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ ഓരോ ദിവസവും നമ്മുടെ ക്രിയകളെ ക്രമീകരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ജീവിക്കുകയാണ്. അത് എപ്പോൾ വരെയാണ്? മാനസാന്തരത്തിൻ്റെ അവസ്ഥ വരെയുണ്ട്. അതായത് മാനസാന്തരപ്പെടുക, തെറ്റ് ചെയ്യുന്നവൻ വീണ്ടും പറയുക, ഇതൊക്കെ ഉള്ളത് ക്ലോസ് ഓഫ് പ്രൊബേഷൻ, കൃപാകാലം അടയുന്നത് വരെ. ആ കൃപാകാലം അടഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പറയുന്നത്, അഴുക്കാടുന്നവൻ അഴുക്കാടി തന്നെ ഇരിക്കുകയും ദുഷ്ടനായി തന്നെ ജീവിക്കുക എന്നുള്ളതും, വിശുദ്ധന്മാരായിരിക്കുന്നവൻ വീണ്ടും വിശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയിലായി തീരുകയും ദൈവത്തോടൊപ്പം ചേർക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും വിശുദ്ധന്മാർക്ക്. അത് ദൈവീയമായ ഒരനുഭവം, സ്വർഗത്തിൽ വസിക്കുവാനുള്ള ഒരു അനുഭവം. അതിൻ്റെ തുടക്കമാണ് ഇന്ന് നമ്മളിൽ കൂടി ദൈവം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷം, ക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതി, അത് ലോകത്തോടെല്ലാം പറയുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും ദൈവീക പദ്ധതിയെ മുൻനിർത്തി കാണേണ്ടത്. ഒരു ലോകത്തിലുള്ള സകല ക്രൈസ്തവരെന്നല്ല എല്ലാ ജനങ്ങളും അവൻ്റെ കൂടെ അവൻ്റെ ജനമായി വസിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു.
അതാണ് നമ്മൾ ഈ വേദപുസ്തകം ഇത്രത്തോളം എല്ലാവരും പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാണ് അല്ലേ. അവൻ്റെ ജനമായി നമ്മൾ നിത്യമായി ആ സ്വർഗത്തിൽ വസിക്കുക എന്നുള്ളതാണ്. പുറപ്പാട് 6-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്താ പറയുന്നതെന്ന് പറയാൻ പറ്റുമോ? അവിടെ പറയുന്നു, യഹോവ മിസ്രയീം ദേശത്ത് വെച്ച് മോശയോട് അരുളി ചെയ്ത നാളിൽ ഞാൻ യഹോവയാകുന്നു, ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും നീ മിസ്രയീം രാജാവായ ഫറവോനോട് പറയണമെന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു. അതായത് ദൈവമാണ്, ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തി കാണണം. പറഞ്ഞു മനസ്സിലായോ? ഫറവോനോട് പറയണം ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന്. ഇന്ന് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധ്യമാകും, ദൈവം നമ്മെ ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നതായ, ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നതായ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ദൈവമാണ് എന്ന് മോശയോട് പറയുന്നു. അതോടൊപ്പം പറയാണ്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ ആരോട് ചെന്ന് പറയണം? ഫറവോനോട് പറയണം. അപ്പോൾ മാത്രമേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി അത് പ്രവൃത്തി പദത്തിൽ എത്തിപ്പാൻ സാധ്യമാകുകയുള്ളൂ. ആയതുകൊണ്ട് ഇവിടെ ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചു വേർതിരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ മോശയുടെ ദൗത്യമെന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും മധ്യേ ഒരു മധ്യസ്ഥനായി നിലനിൽക്കുക. കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമുക്കോരോരുത്തർക്കും മധ്യസ്ഥനായി എപ്രകാരം നിൽക്കുന്നുവോ അപ്രകാരം ഇവിടെ ഫറവോനും ഈ ഇസ്രായേൽ മക്കൾക്കും ഇടയിൽ ഒരു മധ്യസ്ഥനായി മോശയെ ദൈവം നിർത്തുന്നു. ഇത് തന്നെയാണ് പുറപ്പാട് 7-ന്റെ 7-ഉം പുറപ്പാട് 4-ന്റെ 10-ലും ഒക്കെ നമ്മൾ കാണുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്? ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള കാര്യമാണ്, ദൈവം എപ്പോഴും നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ മോശയ്ക്ക് വെളിപ്പെടുത്തുന്നു. അതിനുശേഷം ദൈവം മോശയോട് കൽപ്പിക്കുന്നു ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയും. ഇതേ ദൗത്യം തന്നെയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. ദൈവം ഇസ്രായേൽ ജനങ്ങളെ മിസ്രയീം ദേശത്തു നിന്നും വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയതുപോലെ ദൈവം അന്ത്യനാളുകളിൽ ജീവിക്കുന്ന നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നതും ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിലായിരിക്കുന്ന ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. വളരെ നല്ലൊരു ചർച്ചയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായി വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായ സ്തോത്രം. കേൾവിക്കാരായ എല്ലാവരെയും അങ്ങോട്ട് അനുഗ്രഹിക്കണമേ, ദൈവങ്ങൾ വഹിക്കണമെന്ന് യേശുവിൻ്റെ തന്നെ നാം ധ്യാനിച്ചുകൊള്ളുന്നു. പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന് അനേക കാര്യങ്ങൾ പങ്കുവച്ച ദൈവദാസന്മാർക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. മാന്യപ്രേക്ഷകരെ, അനേക ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. ദൈവവുമായുള്ള ആ സഹവാസത്തിന് വേണ്ടി നമ്മൾ ഓരോ ദിവസവും ആഗ്രഹിക്കുവാനോ അവനോടുകൂടി വസിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.